ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് AJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വന്ന് കിടന്നിട്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഏകദേശം 6:30 അലാം അടിച്ചു. അപ്പം 7:30 ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞത്. അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് 9 തൊട്ട് 4 വരെയാണ് ക്ലാസ്. അപ്പോൾ വിചാരിച്ചു പതുക്കെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എല്ലാ ഫുഡും ഇവിടെ നിന്ന് നമുക്ക് അവർ റീഫണ്ടാണ് നമുക്ക് ചെയ്യണത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് $30, ലഞ്ച് നമുക്ക് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ അവിടെ തന്നെ തരും, പിന്നെ ഡിന്നർ നമുക്ക് $50, അങ്ങനെ 3 ഡിഫറെൻറ്റ് ഇതിലാട്ടോ. അപ്പം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇവിടുത്തെ ഹോട്ടലിൽ തന്നെ കഴിക്കാമെന്ന് വെച്ചു. അപ്പം വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. അപ്പം കാലത്ത് തന്നെ പോയിട്ട് ഫ്രഷ് ആകും. വീട്ടിൽ നിന്ന് തല കുളിച്ച് വന്ന കാരണം കൊണ്ട് എൻ്റെ തല കുളിക്കുന്നില്ല. അപ്പം ഫ്രഷ് ആയാലോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു സ്കിൻ കെയറിലേക്ക് പറയാലോ. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ മേക്കപ്പ് പൗച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ അതും ഒരു സൺസ്ക്രീനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ട്രൈപോഡ് സംഭവങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു പതുക്കെ നമുക്ക് സ്കിൻ കെയർ ചെയ്താലോ. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് കൈ മുഖം പിടിച്ചിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒരു കൈ കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിലപ്പം മൊബൈലിനൊരു കുലുക്കുമൊക്കെ കാണുമായിരിക്കും, പ്ലീസ് എക്സ്ക്യൂസ് മീ. അപ്പം ഞാൻ എൻ്റെ വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ എന്നുള്ള മോയ്സ്ചറൈസറാണ് ഫസ്റ്റ് തേക്കണത്. ഞാൻ അധികം പ്രൊഡക്ട്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അധികം പ്രൊഡക്ട്സ് ഞാൻ തേക്കാറുമില്ല. അപ്പോൾ നമുക്കിനി 1 by 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഇതെൻ്റെ സൺസ്ക്രീനാണ്. കഴിയാറായി. അവിടെ വീട്ടിലിരുന്നായിരുന്നു തന്നെ എടുത്തുകൊണ്ട് വന്നതാട്ടോ. അപ്പം വേറെ നമുക്ക് പൊട്ടിക്കണ്ടല്ലോ. പിന്നെ എൻ്റെ ഏട്ടൻ മിക്കവാറും കാലത്ത് തപ്പുന്നുണ്ടായിരിക്കും, എവിടെ എൻ്റെ സൺസ്ക്രീൻ എന്ന് വെച്ചിട്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സൺസ്ക്രീൻ ഉപയോഗിക്കണം കേട്ടോ. അപ്പം ഇതൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കാണാം കേട്ടോ. ഇപ്പം ഞാൻ ഏകദേശം എണ്ണയിൽ മുക്കി പൊരിക്കാറായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നെക്സ്റ്റ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഗാർണിയറിൻ്റെ BB ക്രീം ആട്ടോ. ഓൾറെഡി സൺസ്ക്രീൻ തേച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ജസ്റ്റ് BB ക്രീം ഒന്ന് ചെറുതായിട്ട് തേക്കുന്നുണ്ട്. ഇന്ന് എല്ലാം കുളമാണ്. ട്രൈപോഡോ മറ്റേ നമ്മൾ പുതിയ വാങ്ങിച്ച ഗിംബലോ എന്തെങ്കിലും എടുക്കാമായിരുന്നു കയ്യിൽ. ഇപ്പം ഞാൻ ആലോചിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈസി ആയിരുന്നു, കുറച്ചും കൂടി നമുക്കതെല്ലാം അപ്ലൈ ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. പക്ഷേ ഞാൻ ഡിൻഡിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുനസ്സം ഓടിച്ചിരിക്കും. അമ്മ ഡിൻഡിൻ്റെ അല്ല, അമ്മ ഡിഡിൻറ്റ് എന്ന് പറയും. അപ്പം ഇതും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുവാണേ. അപ്പം അങ്ങനെ നമ്മുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ നമ്മുടെ BB ക്രീമും സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി ഇന്നലെ പോയി ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇന്നലെ പോയി ഞാൻ ഐബ്രോ ഷേപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഐബ്രോയ്ക്ക് ഒട്ടും കളറില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വരച്ച് കൊടുക്കുക ചെയ്യുക. അതും ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വരയ്ക്കില്ല. സ്റ്റാർട്ടിങ്ങിൽ വരച്ചാൽ ശരിക്കും നമ്മൾ അല്ലെങ്കിലും അങ്ങനെ ഇരിക്കുന്നത് വരച്ച് കൊടുത്ത പോലെ ഒന്നും കൂടി നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ടിങ്ങിൽ വരച്ച് കൊടുക്കാറില്ല. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും നന്നായിട്ട് ഇങ്ങനെ കറുപ്പിച്ച് കൊടുക്കും. നമ്മൾ ഓൾറെഡി കുറേ ക്രീം ഇട്ടേക്കണ കാരണം കൊണ്ട് അതൊക്കെ ഇങ്ങനെ അങ്ങനെ പ്ലിങ് എന്ന് പറഞ്ഞ് ഗ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അങ്ങനെ അത് വരച്ചു. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പൊട്ടില്ലാത്തൊരു പരിപാടി എനിക്ക് ഇല്ലല്ലോ. അതുകൊണ്ട് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് പൊട്ടാട്ടോ. ഇന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നേക്കുന്നത് റെഡ് കളർ പൊട്ടാണ്. അപ്പോൾ നമുക്ക് അയ്യോ ക്രീം നല്ല, ഞാൻ പറഞ്ഞില്ലേ മുക്കി പൊരിക്കാനായിട്ട് ഇരിക്കുന്ന പോലെയാണ്. ഇപ്പം എന്നെ കണ്ടാൽ നന്നായിട്ട് മോയ്സ്ചറൈസ് തേച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ത്യൻ കുട്ടിയായി അല്ലേ. എല്ലാവരും എന്നോട് ചോദിക്കും എന്തിനാ എപ്പോഴും ഇങ്ങനെ ഇന്ത്യനായിട്ട് നടക്കുന്നതെന്ന്. ഒരു ചേഞ്ചൊക്കെ വേണ്ട. വേണ്ട, ഇനി നമുക്ക് നമ്മുടെ സ്ഥിരം ലിപ്സ്റ്റിക് ഒന്ന് മാറ്റി പിടിച്ചാലോ. ഇത് മെബിലിൻ്റെ കേട്ടോ. എനിക്ക് ഷെയ്ഡ് ഏതാണെന്നറിയില്ല. ലിപ് ക്രയോൺ ആണ്. ഓൾറെഡി ഞാൻ കഴിയാറായത്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇടുന്ന ലിപ് ക്രയോൺ ആണ്. പക്ഷെ ഇന്നലത്തെ ലിപ്സ്റ്റിക് ഓൾറെഡി അവിടെ ഉണ്ട്. അത് മറ്റേ അതും മെബിലിൻ്റെ ആണ്. അത് പക്ഷെ എത്ര നമ്മൾ കഴുകി കളഞ്ഞാലും അങ്ങനെ പോവില്ല. അതവിടെ ഉണ്ട്. നമുക്ക് ഇന്നത്തെ ഈ ഒരു ലിപ് ക്രയോൺ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിൽ വെക്കാം. ഇത് അത്ര അങ്ങോട്ട് ലോങ് ലാസ്റ്റിംഗ് അല്ല. കുറച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പോയി പോകും. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് കയ്യിൽ വെക്കാം. അങ്ങനെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ വേഗം ഒന്ന് കണ്ണെഴുതിയിട്ട് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിക്കാം. ഔട്ട്ഫിറ്റ് എന്നായിപ്പോൾ അല്ല, ഔട്ട്ഫിറ്റ് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞു.
ഇങ്ങനെ മുടി എൻ്റെ ഡെയിലി സെയിം സ്റ്റൈൽ തന്നെ. പുരിക എഴുതി മസ്കാര ഇട്ടു. അയ്യോ മസ്കാര ഇട്ടു, പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ ഇവിടുത്തെ മിറോയിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. എങ്ങനെ സൂം ചെയ്ത് കാണിച്ചത്, മിറോയിൽ നിന്ന് വാങ്ങിച്ചത്. ഒരു പളപളാന്ന് കിടക്കുന്ന പാൻറ്റും ചെറിയൊരു ക്രോപ്പ് ടോപ്പും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ എന്തായാലും ആ ജാക്കറ്റ് ഇടും തണുക്കാണെങ്കിൽ. അപ്പം എങ്ങനെയുണ്ട്? ഇനി എനിക്ക് വാച്ചിടണം, പെർഫ്യൂം അടിക്കണം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കാണാം. അപ്പോൾ അങ്ങനെ വീണ്ടും ലിഫ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടാ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ ഓൾറെഡി അവരൊക്കെ ഡൗൺ സ്റ്റെയറിലെത്തി. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ അടുത്ത് പോയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു നമുക്ക് അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് $30 ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അവിടെ ഓൾറെഡി ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് $35 പക്ഷെ നമ്മളവിടെ പറഞ്ഞപ്പം അവർ ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് $25 ആയിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒരു ഇംഗ്ലീഷ് മോഡലായിരുന്നു, നമ്മുടെ മലയാളി സ്റ്റൈലൊന്നും അല്ല. എന്നാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ കുറച്ച് മുട്ട, ഫ്രൂട്ട്സ്, പിന്നെ ഹാം സാധനങ്ങളൊക്കെ. പിന്നെ ഇത് മൊത്തം നമ്മുടെ ഗ്രെയിൻസ്. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് പാല് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് ഐറ്റംസ് തന്നെ ഒരു സ്ഥലത്ത്. അങ്ങനെ പിന്നെ ജ്യൂസ്, ചായ, കാപ്പി എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാനെടുത്തത് ഇത്രയും സാധനങ്ങളായിരുന്നു. 2 മുട്ട, കുഞ്ഞു കഷ്ണം സോസേജ്, നൂഡിൽസ്, ഒരു ക്രോയിസാൻഡ്, പിന്നെ ഒരു കാപ്പി. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ തിരിച്ചു പോവാണേ അവിടുന്ന്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരിട്ട് അവിടെ നിന്ന് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നായിരുന്നേ. പക്ഷെ അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സംഭവം മനസ്സിലായത്. ഞങ്ങളുടെ വെന്യൂ മാറി. നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ ജസ്റ്റ് സ്ഥലം മാറിയിട്ടുണ്ട്. അപ്പം അടുത്ത് തന്നെയാണ്, നമുക്കൊരു 650 മീറ്റർ നടക്കാനുള്ളതേ ഉള്ളൂ. അപ്പം ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഊബർ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. തലയിടിച്ചു ആദ്യം അങ്ങനെ വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒരു 650 മീറ്റർ ഉള്ളൂ, നമുക്ക് നടക്കാവുന്ന ദൂരമുള്ളൂ. പക്ഷെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു സീനാവോ എന്നറിയില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇപ്പോൾ ഏകദേശം ഒരു 8:15 ഒരു 8:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് വിചാരിക്കണേ. ഇത്ര നേരത്തെ അവിടെ പോയിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് നടക്കാനാണെങ്കിലും ഒരു 650 മീറ്റർ നമ്മൾ എങ്ങനെ നമ്മൾ അതൊക്കെ നടന്നൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തും. അപ്പം വിചാരിച്ചു റൂമിൽ വന്നിട്ട് ഒന്നും കൂടി കുറച്ച് നേരം കൂടി ഇരുന്ന് വിചാരിച്ചു പിള്ളേരെ വിളിക്കാം. പിള്ളേരെ ഓൾറെഡി വിളിച്ചപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ഡ്യൂട്ടിക്ക് പോയി. പിള്ളേരെ അവിടെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ സെറ്റായിട്ടിരിക്കണം. ഡ്രസ്സ് മാറാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ അവരെ കൊണ്ടൊക്കെ ഒന്ന് വിളിച്ചിട്ട് പതുക്കെ ഇറങ്ങാമെന്ന് കരുതി. അപ്പം ഇനി പോണ വഴി നോക്കട്ടെ എങ്ങനെയുണ്ട്, മഴയുണ്ടോ, എങ്ങനെയാണ് ട്രെയിനിങ് എന്നൊക്കെ നോക്കി നോക്കാം. അപ്പം ഇനി പോകെ പോകെ എന്തൊക്കെ നടക്കുന്നതൊക്കെ കാണാം. ഇന്ന് പിന്നെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, അതായത് എൻ്റെ ഫ്രണ്ട് തന്നെ പക്ഷെ ഫ്രണ്ടിൻ്റെ അനിയത്തി, അവർ ഫാമിലിയായിട്ട് കാണാൻ വേണ്ടി വരും. അപ്പോൾ അവരെ കാണണം. അതുപോലെ മെയിനായിട്ട് ജീവനും അഞ്ചും പിള്ളേരും വരും. അപ്പോൾ അവരുടെ കൂടെ പുറത്ത് പോയി ഫുഡ് കഴിക്കണം, ഒന്ന് കറങ്ങണം. അവരിപ്പോൾ ഏകദേശം നമ്മൾ 1 മാസം ആവണു. അന്ന് വന്നിട്ട് നമ്മുടെ സ്കൈ ടവറൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. എന്നാലും ഉണ്ണിമാവയുള്ളതല്ലേ, നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് അവരെ. അപ്പോൾ അവരെയും കണ്ട് ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി എങ്ങനെയാണെന്ന് നോക്കട്ടെ നമ്മുടെ ദിവസം. പക്ഷെ മഴയാണ്, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഒന്ന് പോയിട്ട് പല്ലൊക്കെ തേച്ചിട്ട് വരട്ടെ, ഫുഡ് കഴിച്ചതല്ലേ. അങ്ങനെ വീണ്ടും ലിഫ്റ്റിൻ്റെ അവിടെ എത്തി. ക്ലാസ്സിന് പോകാനായിട്ട് വീണ്ടും ലിഫ്റ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലിഫ്റ്റ് കൊടുത്ത കുറച്ച് സീനായിരുന്നു കേട്ടോ. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങനെ വരുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മളവിടെ ക്ലാസ്സിൻ്റെ അവിടെ എത്തി. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ആകെ 10-15 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്ലാസ്സിലെത്തി. ആദ്യം തന്നെ ഒരു കോഫി എടുത്ത് കഴിച്ചു. ഞങ്ങൾക്ക് ഇവിടെ നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നാലും പിന്നെയും ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും. അപ്പോൾ കാലത്ത് ഞാൻ ഇങ്ങനെ കുഞ്ഞു പൈ, കേക്കുകൾ, അങ്ങനെ സാധനങ്ങളൊക്കെയാണ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ലഞ്ച് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ലഞ്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വേഗം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി കഴിയുമ്പം ജീവനും അഞ്ചും വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ കൂടെ നമ്മുടെ പാർലമെൻറ്റ് കാണാൻ വേണ്ടി പോയി. അടിപൊളിയായിരുന്നു കേട്ടോ. വലിയ കുറേ ഏരിയ ആണ്. അപ്പം ഓൾഡ് ബിൽഡിങ്ങും പുതിയ ബിൽഡിങ്ങും അങ്ങനെ അടിപൊളിയായിരുന്നു. അപ്പോൾ ജീവൻ ഇവിടെ കുഞ്ഞു പിള്ളേരെ പോലെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പാപ്പൂസും കളിക്കുന്നുണ്ട് കേട്ടോ. ഞാനും അഞ്ചും കൊച്ച് നല്ല ഉറക്കമായിരുന്നു ആ സമയത്ത്. ഞാനും അഞ്ചും കൂടി നടന്നു. അവൻ അവിടെ നിന്ന് ചാടാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ വേണ്ട, പിന്നെ അത് നിർത്തി. അങ്ങനെ നമ്മൾ പാർലമെൻറ്റ് ഒന്ന് ചുറ്റി കണ്ടു. അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങുകൾ കണ്ടു. പക്ഷെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ചെറിയൊരു കാറ്റുള്ളതായിരുന്നു കൊണ്ട് തന്നെ തണുപ്പുണ്ടായിരുന്നു. അപ്പം ഓൾറെഡി എല്ലാവർക്കും ഇങ്ങനെ അറിയാം, ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, വെല്ലിംഗ്ടൺ കുറച്ച് കാറ്റുള്ള സ്ഥലമാണ്. ഞാനും എൻ്റെ പാപ്പൂസും അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നിട്ട്. അവന് ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നത് പൊന്നൂസും മാവട്ടിയും ഉണ്ടായിരുന്നില്ല. അപ്പം അവരെ മിസ് ചെയ്തായിരുന്നു. എന്നുവെച്ചാൽ
പൊന്നൂസ് മാവിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൂടെ കുറച്ചും കൂടി കളിക്കൂലോ. ഇതാകുമ്പോൾ നമ്മൾ ജസ്റ്റ് വർത്താനം പറയുന്നു, അങ്ങനെ പുറത്തൊക്കെ പോകുന്നു, പക്ഷെ അന്നേരം നമ്മൾ കളിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഒരു വിഷമം. ഇവിടെ പിന്നെ വീണ്ടും അവർ ആ ഒരു സാധനം അങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്, നമ്മുടെ ആൽമരത്തിൻ്റെ പോലെ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതുമ്പോൾ ചാടി കയറി പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കിയിരുന്നത്. പക്ഷെ അത് പിടിച്ചപ്പോൾ എന്തോ ആര് കയറുന്ന പോലെ കൈമുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഭയങ്കര കളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നോക്കിയപ്പം അവിടെ സ്റ്റെപ്പ് കയറി പോകണം, അല്ലെങ്കിൽ നടന്നു പോകാനാണെങ്കിൽ കുറച്ച് അപ്പുറത്ത് കൂടെ പോകണം. അപ്പം കൊച്ചിനെ ഞങ്ങൾ മറ്റേ സ്ട്രോളർമ എടുത്ത് പൊക്കിയൊക്കെയാണ് അങ്ങോട്ട് വെച്ചത്. അങ്ങനെ അവിടെ കുറച്ച് നേരം എല്ലാം നടന്ന് കണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടു കഴിഞ്ഞിട്ട് വേണം നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പം ആപ്പൂസിനാണെങ്കിൽ കളിച്ച് മതിയായിട്ടില്ല, അവൻ്റെ വീണ്ടും പോയി അവിടെ കളിക്കുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പിന്നെയും ചോദിച്ചു, ഞാൻ കുറച്ചും കൂടി നേരം അവിടെ കളിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്വിങ്ങൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടേക്കൊന്നും നമ്മൾ പോയില്ല. പക്ഷെ ഇവിടെ കുറച്ച് നേരം കളിച്ച് നമ്മളിത് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇപ്പോൾ നമുക്ക് കാണാം, നമുക്കൊരാളെ നമ്മുടെ മഹാത്മാഗാന്ധിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നിട്ട് ഇവിടെ. അപ്പോൾ അതും കാണാൻ വേണ്ടി പോയി നമ്മൾ. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത് കാണാണ്ട് പോയ മോശമല്ലേ, അതും ഞാൻ ഇവിടെ വരെ എത്തിയിട്ട്. അങ്ങനെ മഹാത്മാഗാന്ധിനെ കണ്ട് തിരിച്ചു പോന്നു. നമ്മുടെ ഉണ്ണിമാവ് ഇവിടെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അവള് ഭയങ്കര കളിയും ചിരിയും വർത്താനൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ. ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവളിങ്ങനെ ഓ ഓ എന്നൊക്കെ കണ്ട് കാണിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി. ഈ കടയുടെ പേര് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഇതിങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഞാൻ ശരിക്കും ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്തോ ഒരു പേര് പറഞ്ഞു, കൊക്കോയി അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞവർ. പക്ഷെ എനിക്ക് ശരിക്കും ഓർമ്മയില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ഒരു മലയാളി തനിമ ഉണ്ടായിരുന്നു. ചെല്ലുമ്പോൾ തന്നെ അവിടെ മംഗലശ്ശേരി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇവർ ജീവനും മഞ്ജുവും മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ഈ കടയിൽ. അപ്പോൾ അവർക്ക് ഇവിടെ നമുക്കിപ്പോൾ കാണാം കൊക്കോക്കായി തട്ടുകട. അപ്പോൾ ഇവിടെ കുറേ കടികളും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല. നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്തത് കപ്പ ബീഫ്, കപ്പ പോർക്ക്, പിന്നെ 2 ഷാർജ ഷേക്ക്, പിന്നെ കൊത്തു പൊറോട്ട മെയിനായിട്ട് വാങ്ങിച്ചത് പാപ്പൂസായിരുന്നു. പാപ്പൂസും ഞാനും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിച്ചത്. പിന്നെ അവനൊരു സ്പ്രൈറ്റ് വാങ്ങിച്ചായിരുന്നു. അപ്പം ഈ സമയം കൊണ്ട് നമ്മുടെ കുഞ്ഞുമാവ് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പം ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചു തുടങ്ങി. കപ്പയും പോർക്കും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കൊത്തു പൊറോട്ട അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ പാപ്പൂസാണ് അത് മെയിനായിട്ട് കൊത്തു പൊറോട്ട വാങ്ങിച്ചത്. പക്ഷെ ഞാനും അവനും കൂടി നന്നായിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു. അവൻ മൊബൈലിൽ കുറച്ച് ബിസി ആയിരുന്നു, എന്നാലും ഞാൻ അവനെ കുറച്ച് ഫീഡ് ചെയ്ത് അങ്ങനെ കഴിച്ചു. ഇത് വെറും അഭിനയാട്ടാ, നല്ല എരിവുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കുഞ്ഞുവാവാം കൈകാലിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ജീവൻ എന്തൊക്കെയോ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങോട്ട് നോക്കടാ, എൻ്റെ വീഡിയോയിൽ നീ ചിരിച്ച് കാണിക്കണമെന്ന് പറയായിരുന്നു. അപ്പോൾ ഞാൻ അവനടുത്ത് പറഞ്ഞു, നീ ഒന്ന് കഴിച്ചിട്ട് ഹാ അടിപൊളി എന്ന് പറഞ്ഞ് കാണിക്കാൻ. അവൻ്റെ എക്സ്പ്രഷൻ എന്തോരം ആഹാ കണ്ടാ അടിപൊളി. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത് നമ്മുടെ പാപ്പൂസ് എന്നെ ഫീഡ് ചെയ്യുന്നതാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പതുക്കെ റൂമിലെത്തി. അവർ അവിടെ എന്നെ മറ്റേ ഇവിടെ കൊണ്ടുവിട്ടിട്ട് അവർ രണ്ടുപേരും തിരിച്ചു പോയി. ഇപ്പോൾ ഏകദേശം ഇവിടെ 12 മണിയായിട്ട് അവർ ഓൾറെഡി വീട്ടിലെത്തിയെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പാപ്പൂസിനെയും കുഞ്ഞുമാവനെയൊക്കെ കണ്ടു കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം, പിന്നെ അതുപോലെ തന്നെ അവർ പോയപ്പോൾ ഒരു സങ്കടം. അറ്റ്ലീസ്റ്റ് കാണാൻ പറ്റിയല്ലോ. ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ നാളെ കാലത്ത് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കൂടെയുള്ള കൊച്ചും ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട്, ഞങ്ങൾ 3 പേരും കൂടി ഞങ്ങളൊന്നും കൂടി ഒന്ന് കറങ്ങി കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ 6:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പോയി കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നാളെയും കൂടിയല്ലേ ഉള്ളൂ. നാളെ ഇപ്പം നമ്മൾ ക്ലാസ്സിൻ്റെ അവിടെ തന്നെ നമ്മൾ ഇതിനെ തിരിച്ച് നമുക്ക് 5:45 ഇവിടുന്ന് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം വേഗം പോവും. അപ്പോൾ കാലത്ത് കുറച്ച് നേരം നടന്നിട്ടൊക്കെ വരാം എന്നൊക്കെ വിചാരിക്കണേ. അപ്പം വേഗം കിടന്ന് ഉറങ്ങട്ടെ. കാലത്ത് ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് പിന്നെ വേഗം ഡ്രസ്സ് മാറി നടക്കാൻ പോവാം. അപ്പം നാളത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.